Dear students, welcome back. Today I am going to deal with a new topic, or it is the last topic of our 6th chapter, that is training methods. Training methods. You know that the meaning of the word training. So the training methods can be broadly classified into two types. ട്രെയിനിങ് മെത്തേഡുകളെ, ട്രെയിനിങ് രീതികളെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ആൻഡ് സെക്കൻഡ് വൺ, ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ട്രെയിനിങ് മെത്തേഡുകളെ, ട്രെയിനിങ് രീതികളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്. ഓക്കെ, ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ഫസ്റ്റ് വൺ, ഓൺ ദി ജോബ് ട്രെയിനിങ്. എന്താണ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയാൻ? ശ്രദ്ധിക്കുക. ഓൺ ദി ജോബ് ട്രെയിനിങ് is a process of training. The employee can learn while doing the job. The employee can learn while doing a job. ജോലി ചെയ്തുകൊണ്ട് തന്നെ തൊഴിലാളി ലേൺ ചെയ്യുന്നതിനെ, പഠിക്കുന്നതിനെ, പരിശീലിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? എംപ്ലോയി ജോലി ചെയ്തുകൊണ്ട് തന്നെ, ജോലി അവിടെ ചെയ്യുന്നു, ആ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ പാർട്ട് ഓഫ് ട്രെയിനിങ്. അതൊരു ട്രെയിനിങ് ആണ്. അപ്പൊ ട്രെയിനിങ്ങിലൂടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയാം. ഓക്കെ, ഓൺ ദി ജോബ് ട്രെയിനിങ് മീൻസ് the employee can learn while doing the job. Okay, എങ്ങനെ പഠിക്കാം? ജോലി ചെയ്തുകൊണ്ട് തന്നെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് വാട്ട്? എന്തായിരിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? ടു ലേൺ ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ടു ലേൺ ദി വാട്ട് ആർ ദി പ്രാക്ടിക്കൽ പ്രോബ്ലംസ്? പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമുക്ക് സാധാരണ രീതിയിൽ പഠിക്കുമ്പോൾ തിയററ്റിക്കൽ നോളജ് മാത്രമേ കിട്ടൂ. ഒരു ക്ലാസ് റൂമിനകത്തിരുന്ന് നമ്മളൊരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? തിയററ്റിക്കൽ നോളജ് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടില്ല. എന്നാൽ ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ we can learn more about the practical problems related to that particular job. ഓക്കെ, ആ പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രാക്ടിക്കലായിട്ട് അതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രായോഗികമായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റുന്നു. അല്ലേ? ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നതും ഇപ്പം നമ്മൾ 5 പ്രിൻസിപ്പിൾ ആണെങ്കിൽ എന്താണെങ്കിലും നമ്മളൊരു ക്ലാസ് റൂമിനകത്തിരുന്ന് ആ 14 പ്രിൻസിപ്പിൾ ഇങ്ങനെ പഠിക്കുന്ന ഒരു ഫാക്ടറിക്ക് അകത്ത് പോയിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേണിംഗ് മോർ ഈസിലി. അല്ലേ? നമുക്കത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോ ദ ബേസിക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ലേൺ മോർ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ പ്രാക്ടിക്കൽ വശങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ദോഷം എന്തുവാ? ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറഞ്ഞാൽ എക്സസീവ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ്. ഇസ് എ ട്രെയിനിങ് പീരീഡ്. ഇതൊരു ട്രെയിനിങ് പീരീഡ് അല്ലേ? ട്രെയിനിങ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ട്രെയിനിങ് സമയത്ത് പഠിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ റിസോഴ്സസ് ഒരുപാട് പാഴായി പോകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എക്സസീവ് വേസ്റ്റേജ്, റിസോഴ്സസിൻ്റെ എക്സസീവ് വേസ്റ്റേജ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണവും ദോഷവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടും 5 മെത്തേഡുകളാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്ങിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ്. ഓക്കെ, ഫസ്റ്റ് വൺ, അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. ശ്രദ്ധിക്കുക. ഇൻ ദിസ് മെത്തേഡ്, under this method,
under apprenticeship method, a trainee is put under the guidance of a master worker. Master worker. A trainee is put under the guidance of a master worker. ഒരു പ്രധാനപ്പെട്ട ജോലിക്കാരൻ്റെ കീഴിൽ, അല്ലെങ്കിൽ വളരെയധികം വിദഗ്ധനായ, ഒരു വിദഗ്ധനായ, വളരെയധികം ആ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ അയാളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ട്രെയിനിങ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കറിൻ്റെ കീഴിലായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ജോലി ചെയ്യുന്നത്. അപ്പോൾ അയാൾ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. അയാൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ നമുക്ക് ചില നിർദ്ദേശങ്ങൾ, അപ്പോൾ അയാൾ ചെയ്യുന്ന ജോലി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ അണ്ടറിൽ നമുക്ക് അയാളുടെ ഗൈഡൻസ് കിട്ടിക്കൊണ്ട്, അയാളുടെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, അല്ലേ? ഒരു മെയിനായിട്ടൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരിക്കും, അയാളുടെ കീഴിൽ ഒരുപാട് ഇലക്ട്രീഷ്യന്മാർ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ കീഴിൽ അയാളെ മനസ്സിലാക്കിക്കൊണ്ട്, അയാളെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട്, അയാളുടെ ഗൈഡൻസിൻ്റെ ഫലമായിട്ട് നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്നതിനെയാണ് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തത്, നമ്മൾ ഫസ്റ്റ് വൺ ആണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? എന്താണ് രണ്ടാമത്തത്? ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയും. This is a joint program in which educational institutions and business firms are cooperate. ബിസിനസ് ഫേമുകളും, ഫാക്ടറി പോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളും, കമ്പനി പോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എസ്പെഷ്യലി ദി മാനേജ്മെന്റ് ആൻഡ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർ രണ്ടുപേരും കൊണ്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ജോയിന്റ് ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ആരും തമ്മിൽ കോളേജസ്, എസ്പെഷ്യലി ഏതെല്ലാം കോളേജസ്? മാനേജ്മെൻറ്റ് സ്റ്റഡീസ് സെൻറ്റർ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ സ്റ്റഡീസ് സെൻറ്റർ പോലെയുള്ള കോളേജുകളും ഫാക്ടറീസും തമ്മിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പരിശീലനം കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഇൻ വിച്ച് സെലക്റ്റഡ് സ്റ്റുഡൻസിനെ, കോളേജിൽ പഠിക്കുന്ന സെലക്റ്റഡ് ആയ സ്റ്റുഡൻസിനെ തിയററ്റിക്കൽ നോളജിൻ്റെ കൂടെ പ്രാക്ടിക്കൽ നോളജും കൂടി കിട്ടുവാൻ വേണ്ടി അവരെന്നെ എവിടേക്ക് അയക്കുന്നു? ഫാക്ടറിയിലോട്ടോ, ഫേമിലോട്ടോ, കമ്പനിയിലോട്ടോ ഒക്കെ അയക്കുന്നു. ആരാണ്? സ്റ്റുഡൻസിനെ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ കോളേജിൽ നിന്ന് എന്തേ കിട്ടുള്ളൂ? തിയററ്റിക്കൽ നോളജേ കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ആ തിയററ്റിക്കൽ നോളജിന്റെ പ്രാക്ടിക്കൽ സൈഡ്, പ്രാക്ടിക്കൽ ആസ്പെക്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ, എല്ലാ വിദ്യാർത്ഥികളല്ല, സെലക്റ്റഡ് ആയ വിദ്യാർത്ഥികളെ, സെലക്റ്റഡ് ആയ വിദ്യാർത്ഥികളെ നമ്മൾ, ഇന്റേൺഷിപ്പ് ഒരു ഭാഗമാണ് കേട്ടോ. എഡ്യൂക്കേഷൻ്റെ ചില കോഴ്സിൽ വളരെ നിർബന്ധമാണ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ആ കോഴ്സുമായി റിലേറ്റഡ് ആയ എല്ലാവരും അത് ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികളെ സെലക്റ്റഡ് ആയ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുന്നു? ചില ഫോമിലോട്ട് ട്രെയിനിങ്ങിന് വേണ്ടി വിടുന്നു. അപ്പോൾ അവരവിടെ ജോലി ചെയ്യുന്നു. ആ ജോലിയിലൂടെ അവർ അത് മനസ്സിലാക്കണം. എസ്പെഷ്യലി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ സെക്രട്ടറിഷിപ്പ്, കമ്പനി സെക്രട്ടറിഷിപ്പ്, അങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം സാധാരണ രീതിയിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? ഇന്റേൺഷിപ്പ് കാണാറുണ്ട്. CA ഒക്കെ പഠിക്കുന്ന കുട്ടികളെ അവർക്ക് പ്രാക്ടിക്കൽ നോളജും കൂടി മനസ്സിലാവാൻ വേണ്ടി അവർ ട്രെയിനിങ്ങിന് വിടും. ആ ട്രെയിനിങ്ങിൽ അവരെന്താ ചെയ്യണം? ജോലി ചെയ്തുകൊണ്ട് അവർ പഠിക്കുകയാണ്. അത്തരത്തിലുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജോബ് റൊട്ടേഷൻ, ജോലി മാറ്റിക്കൊണ്ടിരിക്കുക. ജോബ് റൊട്ടേഷൻ മീൻസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഫ്രം വൺ ജോബ് ടു അനദർ ജോബ്. For what? എന്തിനു വേണ്ടിയിട്ട്? To achieve or to attain the overall knowledge of all job. എല്ലാ ജോലിയെയും കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു തൊഴിലാളിയെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലോട്ട് ഇങ്ങനെ നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെയാണ് എല്ലാതും അറിയാൻ വേണ്ടിയിട്ട്, എല്ലാതും മനസ്സിലാക്കാൻ വേണ്ടി, എല്ലാ ജോലിയും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ തോറും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ജോലി തോറും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്ക്? ഇറ്റ്സ് ഓൾസോ എ ട്രെയിനിങ് മെത്തേഡ്, അല്ലേ? ഇപ്പോൾ ഫിനാൻസ് മാനേജറിനെ മാർക്കറ്റിംഗ് മാനേജറിനെ പേഴ്സണൽ മാനേജറും HR മാനേജറൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജോബ് റൊട്ടേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ബാങ്കിലൊക്കെ ഒരുപാട് കൗണ്ടർ ഉണ്ടായിരിക്കും. കൗണ്ടർ 1, കൗണ്ടർ 2. കൗണ്ടർ 1 ആണെങ്കിൽ മേ ബി ക്യാഷ്,
അല്ലേ? ക്യാഷ് വിഡ്രോ ആയിരിക്കാം, കൗണ്ടർ 2 മേ ബി ക്യാഷ് വിഡ്രോ ആയിരിക്കാം, കൗണ്ടർ 3 മേ ബി ഗോൾഡ് ലോണുമായി റിലേറ്റഡ് ആയിരിക്കാം, കൗണ്ടർ 4 അതർ പ്രോബ്ലംസും ബാങ്കുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ റിസീവ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക, ഓരോ കൗണ്ടർ ഇങ്ങനെ മാറ്റിയിട്ട് അവനെങ്ങനെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അവന് കൗണ്ടർ 1 നടക്കുന്നത് മനസ്സിലാവും, കൗണ്ടർ 2 നടക്കുന്നത് മനസ്സിലാവും, കൗണ്ടർ 3 ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും, കൗണ്ടർ 4 മറ്റുള്ള ലോണുമായി ബന്ധപ്പെട്ടതായിരിക്കും, കൗണ്ടർ 5 ഇൻഷുറൻസുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളായിരിക്കാം, അല്ലേ? അപ്പോൾ ഇതെല്ലാം അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ളൊരു ട്രെയിനിങ് മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 4ാമത്തത് കോച്ചിങ്. In this method, a supervisor or a senior manager guide and instruct the trainee as a coach. Okay, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു കോച്ചായിട്ട് ഒരു കോച്ച് ആയിട്ട് ആര് ആക്ട് ചെയ്യണ, സ്ഥാപനത്തിലെ സീനിയർ മാനേജറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ അത് ഐദർ മേ ബി സൂപ്പർവൈസർ ഓർ എ സീനിയർ മാനേജർ ഒരു ട്രെയിനിക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ട് ഒരു കോച്ചായിട്ട് മാറുകയാണ്. ഓക്കെ, അവിടെ കോച്ചായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സീനിയർ മാനേജർ എന്ത് ചെയ്യുന്നു, ചില ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ആർക്ക് കൊടുക്കുന്നു, ഈ ട്രെയിനിക്ക് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അവനെ സൂപ്പർവൈസ് ചെയ്യുന്നു. ഓക്കെ, അവന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നടക്കുന്നു, അവന് പീരിയോഡിക്കലി ഓക്കെ ഒന്നെങ്കിൽ ആഴ്ച തോറും മാസം തോറും അവൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നു. അങ്ങനെ ഒരു സീനിയർ മാനേജർ ഇങ്ങനെ ഗൈഡറായിട്ട് കോച്ചായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, കോച്ചിങ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു പക്ഷേ ഈ ട്രെയിനിങ് കിട്ടുന്ന വ്യക്തി സീനിയർ മാനേജറുടെ ജോലി അടക്കം ചെയ്യാറുണ്ട്. ഓക്കെ, സീനിയർ മാനേജർ ചെയ്യുന്ന ജോലി ഒരുപക്ഷെ സീനിയർ മാനേജർ എന്ത് ചെയ്യും, അയാൾ ചെയ്യേണ്ട ജോലി ആയിരിക്കാം ആർക്ക് കൊടുക്കുന്നത്, ആ ട്രെയിനിക്ക് കൊടുക്കുന്നത്, അല്ലേ? സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ആ ട്രെയിനിക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യും. ബിക്കോസ് ഭാവിയിൽ അവൻ ഒരു സീനിയർ മാനേജറൊക്കെ ആകുമ്പോൾ, അല്ലേ, ഇത്തരത്തിലുള്ള ജോലി ചെയ്യുമ്പോൾ അവന് എന്ത് ചെയ്യുന്നു, വളരെ ഈസി ആയിട്ട് ആ ജോലി എന്ത് ചെയ്യാൻ പറ്റുന്നു. സോ ദിസ് ഇസ് ദ മീനിങ് ഓഫ് കോച്ചിങ്. ആൻഡ് ലാസ്റ്റ് വൺ, ഓറിയന്റേഷൻ ട്രെയിനിങ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓറിയന്റേഷൻ? ഓറിയന്റേഷൻ മീൻസ് familiarizing the selected candidates to other employees and rules and regulation of an institution. It's also a training. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓറിയന്റേഷൻ സ്റ്റാഫിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പിനകത്ത്. അതായത് പുതിയതായിട്ട് സെലക്ട് ചെയ്യുന്ന വ്യക്തികളെ, അല്ലേ, സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് പുതിയതായിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു എംപ്ലോയിയെ മറ്റുള്ള തൊഴിലാളികളുമായിട്ടും സ്ഥാപനത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനുമായി പരിചയപ്പെടുത്തുന്ന ഒരു ട്രെയിനിങ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്, അവന് എന്ത് ഫീൽ ചെയ്യണം, ദിസ് ഇസ് മൈ ഹോം, ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോമാണ്, എ സെൻസ് ഓഫ് ബിലോങ്നെസ്. ഓക്കെ, കൂടെയുള്ളവർ എനിക്ക് വളരെയധികം വേണ്ടവുള്ളവരാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെല്ലാവരും ഒന്നാണ്, ഞങ്ങളെല്ലാവരും ഒന്നാണ്, ജസ്റ്റ് ലൈക്ക് അവർ ഹോം, അങ്ങനെയൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു തൊഴിലാളിയെ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു പരിശീലന പരിപാടിയെ പറയുന്ന പേരാണ് എന്ത്, ഓറിയന്റേഷൻ ട്രെയിനിങ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. വൺസ് അഗൈൻ, ഓൺ ദി ജോബ് മീൻസ് ട്രെയിനിങ് takes place while they doing job. അല്ലേ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ ദി ജോബ്. അതിൽ പ്രധാനമായിട്ടും 5 എണ്ണമാണ്: അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, ഇന്റേൺഷിപ്പ്, ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ, കോച്ചിങ് ആൻഡ് ലാസ്റ്റ് വൺ ഓറിയന്റേഷൻ. സോ ഇന്ന് നമ്മൾ ഓൺ ദി ജോബാണ് പഠിച്ചത്. നാളെ നമുക്ക് എന്ത് പഠിക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് പഠിക്കാം, ഓഫ് ദി ജോബ്. ഓക്കെ, വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യാം. താങ്ക് യു സോ മച്ച്.